ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ 29-ാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കേരള PSCയുടെ 10th പ്രിലിംസ് പരീക്ഷയായ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. 4 ഘട്ടങ്ങളിലായിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത്. നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ടാലന്റ് വിവിധ പഠന സഹായികൾ പുറത്തിറക്കിയിട്ടുണ്ട്. 4 വോള്യങ്ങളിലായുള്ള LDC റാങ്ക് ഫയൽ, അതുപോലെ തന്നെ മുൻവർഷ ചോദ്യപേപ്പറുകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ LDC PQ, നിങ്ങൾക്ക് സ്വയം പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ LDC സെൽഫ് സ്റ്റഡി പ്ലാൻ, ഇതിനു പുറമെ കറണ്ട് അഫയേഴ്സ്, ഇതുകൂടാതെ 5 മുതൽ 12 വരെയുള്ള SCERT NCERT പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ സ്കൂൾ മാസ്റ്റർ സീരീസ്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ വാർത്ത, സംസ്ഥാനത്തെ മുഴുവൻ ആദിവാസി മേഖലകളെയും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള K-ഫോൺ പദ്ധതി. സംസ്ഥാനത്തെ മുഴുവൻ ആദിവാസി മേഖലകളെയും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള K-ഫോൺ പദ്ധതിയെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എന്താണ് ആ പദ്ധതിയുടെ പേര്? കണക്റ്റിംഗ് ദി അൺകണക്ട്. എന്താണ് കണക്റ്റിംഗ് ദി അൺകണക്ട് എന്നാണ് സംസ്ഥാനത്തെ മുഴുവൻ ആദിവാസി മേഖലകളെയും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ആരുടെ പദ്ധതി? K-ഫോണിന്റെ പദ്ധതി. സംസ്ഥാനത്തെ മുഴുവൻ ആദിവാസി മേഖലകളെയും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള K-ഫോണിന്റെ പദ്ധതിയുടെ പേരാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എന്താണ്? കണക്റ്റിംഗ് ദി അൺകണക്ട്. 103 തിരുവനന്തപുരം ജില്ലയിലെ 103 ആദിവാസി ഭവനങ്ങളെ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടാണ് അവർ ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ 103 ആദിവാസി ഭവനങ്ങളെ ഡിജിറ്റലൈസ് ചെയ്തതാണ് K-ഫോൺ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ്? സംസ്ഥാനത്തെ മുഴുവൻ ആദിവാസി മേഖലകളെയും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള K-ഫോണിന്റെ പദ്ധതിയുടെ പേരെന്താണ്? കണക്റ്റിംഗ് ദി അൺകണക്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ പോയിന്റ്, വയോജന ക്ഷേമത്തിനായി കേരള സർക്കാർ രൂപം കൊടുക്കുന്ന കമ്മീഷന്റെ പേരാണ്. വയോജന ക്ഷേമത്തിനായി കേരള സർക്കാർ രൂപീകരിക്കുന്ന കമ്മീഷൻ എന്താണ്? വയോജന കമ്മീഷൻ. വയോജന കമ്മീഷനാണ് വയോജന ക്ഷേമത്തിനായി. എന്തിനു വേണ്ടിയിട്ടാണ്? വയോജന ക്ഷേമത്തിനായി കേരള സർക്കാർ രൂപീകരിക്കുന്ന കമ്മീഷന്റെ പേരെന്താണ്? വയോജന കമ്മീഷൻ. ഇനി ഈ കമ്മീഷന്റെ പ്രത്യേകതകൾ കൂടെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ചെയർപേഴ്സൺ, അതുപോലെ തന്നെ 3-ൽ കവിയാത്ത അംഗങ്ങളും. അപ്പൊ എന്താണ്? ചെയർമാനും അതുപോലെ ചെയർപേഴ്സണും അതുപോലെ തന്നെ 3-ൽ കവിയാത്ത അംഗങ്ങളുമാണ് വയോജന കമ്മീഷനിൽ ഉണ്ടാവേണ്ടത്. നമ്മൾ പറഞ്ഞു 3-ൽ കവിയാത്ത അംഗങ്ങൾ എന്ന് പറഞ്ഞു. അതിൽ ഒരാൾ SC/ST വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം. ഒരാൾ SC/ST വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം ഈ 3 പേരിൽ ഒരാൾ. അതുപോലെ തന്നെ ഒരാൾ വനിതാ പ്രാതിനിധ്യമായിരിക്കണം. ഒരാൾ വനിതകളിൽ നിന്നുമാണ് ഉണ്ടായിരിക്കേണ്ടത്. ഒരാൾ വനിതകളിൽ നിന്നുമാണ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ച പോയിന്റ്? വയോജന ക്ഷേമത്തിനായി കേരള സർക്കാർ രൂപീകരിക്കുന്ന കമ്മീഷൻ ഏതാണ്? വയോജന കമ്മീഷൻ. അതുപോലെ തന്നെ 3 വർഷമായിരിക്കും ഈ കമ്മീഷന്റെ കാലാവധി. എത്ര വർഷമാണ്? 3 വർഷമായിരിക്കും വയോജന കമ്മീഷന്റെ കാലാവധി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം. വയോജന ക്ഷേമത്തിനായി കേരള സർക്കാർ രൂപീകരിക്കുന്ന കമ്മീഷന്റെ പേരെന്താണ്? വയോജന കമ്മീഷൻ. വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വസ്തുതയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണെന്ന് നമുക്ക് പഠിക്കാം. ആരാണ്? ഹേമന്ത് സോറൻ. ഹേമന്ത് സോറൻ ആണ് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി നിയമിതനായത്. ആരാണ്? ഹേമന്ത് സോറൻ. 4ാം തവണയാണ് ഹേമന്ത് സോറൻ ഏത് സംസ്ഥാനത്തിന്റെ? ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി നിയമിതനാവുന്നത്. ഹേമന്ത് സോറൻ 4ാമത്തെ തവണയാണ് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി നിയമിതനാവുന്നത്. അതുപോലെ ഹേമന്ത് സോറൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഏതാണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഏതാണ്? JMM. എന്താണ്? JMM. എന്താണ് JMM-ന്റെ പൂർണ്ണ രൂപം? ജാർഖണ്ഡ് മുക്തി മോർച്ച. ജാർഖണ്ഡ് മുക്തി മോർച്ച പാർട്ടിയാണ് ആര് പ്രതിനിധാനം ചെയ്യുന്നത്? ഹേമന്ത് സോറൻ. എന്തായിരുന്നു ഹേമന്ത് സോറന്റെ വാർത്താ പ്രാധാന്യം? ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? ഹേമന്ത് സോറൻ. 4ാം തവണയാണ് ഹേമന്ത് സോറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി നിയമിതനാവുന്നത്. നമ്മളുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം. ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? ഹേമന്ത് സോറൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ നിയമന വാർത്ത,
2024 നവംബറിൽ മാലി ദ്വീപിലേക്കുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരാണ്? 2024 നവംബറിൽ ഏത് രാജ്യത്തിലാണ് മാലി ദ്വീപിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരാണ്? നമുക്ക് നോക്കാം. ജി ബാലസുബ്രഹ്മണ്യനാണ് 2024 നവംബറിൽ മാലി ദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായത്. ആരാണ്? ജി ബാലസുബ്രഹ്മണ്യൻ. ഓർക്കേണ്ട മറ്റൊരു കാര്യം, നൈജീരിയയുടെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു ആര് തന്നെ? ജി ബാലസുബ്രഹ്മണ്യൻ. നൈജീരിയയുടെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു ജി ബാലസുബ്രഹ്മണ്യൻ. അദ്ദേഹത്തെ മാലി ദ്വീപിന്റെ ഹൈക്കമ്മീഷണറായിട്ടാണ് ഇന്ത്യൻ സർക്കാർ നിയമിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ച പോയിന്റ്, ഈ 2024 നവംബറിൽ മാലി ദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ജി ബാലസുബ്രഹ്മണ്യൻ. ഒരു അവാർഡുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് പരിശോധിക്കാം. 2024 OPCW ദ ഹേഗ് അവാർഡിന് അർഹരായത് 2024 OPCW ദ ഹേഗ് അവാർഡിന് അർഹരായത് ഏതൊക്കെ സ്ഥാപനങ്ങളാണ്? നമുക്ക് പഠിക്കാം. ഏതൊക്കെയാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനലിസ്റ്റിക്സ് ആൻഡ് ക്രിമിനോളജി. ആദ്യത്തെ സ്ഥാപനം ഏതാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനലിസ്റ്റിക്സ് ആൻഡ് ക്രിമിനോളജി. ഓർക്കുക, അൾജീരിയയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അൾജീരിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനലിറ്റിക്സ് ആൻഡ് ക്രിമിനോളജി. അതുപോലെ ഇന്ത്യൻ സ്ഥാപനമായ ഇന്ത്യൻ കെമിക്കൽ കൗൺസിലിനും ഈ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ കെമിക്കൽ കൗൺസിലിനും ഈ പുരസ്കാരം പങ്കിടുകയുണ്ടായി. ഏത് പുരസ്കാരം? ദ OPCW ദ ഹേഗ് അവാർഡിന് അർഹരായ 2 സ്ഥാപനങ്ങൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനലിറ്റിക്സ് ആൻഡ് ക്രിമിനോളജി അൾജീരിയയും ഇന്ത്യൻ കെമിക്കൽ കൗൺസിൽ. ആദ്യമായിട്ടാണ് ഈ പുരസ്കാരം ഒരു ഇന്ത്യൻ സ്ഥാപനത്തിന് ലഭിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സ്ഥാപനത്തിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി എന്താണ് OPCW എന്ന് കൂടെ നമുക്ക് നോക്കാം. എന്താണ്? ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ്. എന്താണ്? ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് എന്നാണ് OPCW-ന്റെ പൂർണ്ണരൂപം. OPCW-ന്റെ പൂർണ്ണരൂപം എന്താണ്? ഓർഗനൈസേഷൻ ഫോർ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് എന്നാണ് OPCW-ന്റെ പൂർണ്ണരൂപം. അപ്പൊ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? 2024 OPCW ദ ഹേഗ് അവാർഡിന് അർഹരായ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ആ സ്ഥാപനങ്ങളുടെ പേര് ഞാൻ ആവർത്തിക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനലിറ്റിക്സ് ആൻഡ് ക്രിമിനോളജി, അതുപോലെ ഇന്ത്യൻ കെമിക്കൽ കൗൺസിൽ. മറ്റൊരു അവാർഡുമായി ബന്ധപ്പെട്ട വാർത്ത കൂടെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. 2024 ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായത് 2024 ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? നമുക്ക് നോക്കാം. ആരാണ്? VM ഗിരിജ. കവിയായ VM ഗിരിജയ്ക്കാണ് ഏത് പുരസ്കാരം ലഭിച്ചത്? ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? VM ഗിരിജ. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് ഈ അവാർഡിൽ ഉണ്ടാവുക. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് ഈ ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിൽ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ VM ഗിരിജയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? നമുക്ക് നോക്കാം. പ്രണയം ഒരു ആൽബം, ജീവജാലം. ഏതൊക്കെയാണ്? പ്രണയം ഒരു ആൽബം, അതുപോലെ ജീവജാലം. പ്രണയം ഒരു ആൽബം, അതുപോലെ ജീവജാലം എന്നിവയാണ് VM ഗിരിജയുടെ ശ്രദ്ധേയമായ കൃതികൾ. എന്തായിരുന്നു VM ഗിരിജയുടെ വാർത്താ പ്രാധാന്യം? 2024 ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായത് ആരായിരുന്നു? VM ഗിരിജ. അവാർഡുകളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ തീരുന്നില്ല. അടുത്തതായി നമുക്ക് പരിശോധിക്കേണ്ടത് ശ്രീലങ്കയിൽ നടന്ന 10ാമത് ഇന്റർനാഷണൽ യൂത്ത് ഫിലിം ഫെസ്റ്റിവലിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നൽകി ആദരിച്ച മലയാളി സംവിധായകന്റെ പേര് നമുക്ക് നോക്കാം. ശ്രീലങ്കയിൽ നടന്ന 10ാമത് ഇന്റർനാഷണൽ യൂത്ത് ഫിലിം ഫെസ്റ്റിവലിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നൽകി ആദരിച്ച മലയാള സംവിധായകൻ ആരാണ്? ഷാജി എൻ കരുൺ. മലയാള സംവിധായകനായ ഷാജി എൻ കരുണിനാണ് ശ്രീലങ്കയിൽ നടന്ന 10ാമത് ഇന്റർനാഷണൽ യൂത്ത് ഫിലിം ഫെസ്റ്റിവൽ 10ാമത് ഇന്റർനാഷണൽ യൂത്ത് ഫിലിം ഫെസ്റ്റിവലിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മലയാള സംവിധായകനായ ഷാജി എൻ കരുൺ. നമുക്കറിയാം, നിലവിലെ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആണ് ആര് തന്നെ? ഷാജി എൻ കരുൺ. നിലവിലെ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനും ആര് തന്നെയാണ്? ഷാജി എൻ കരുൺ തന്നെയാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ് പിറവി, വാനപ്രസ്ഥം, അതുപോലെ കുട്ടി സ്രാങ്ക്,
പിറവി, വാനപ്രസ്ഥം, കുട്ടിസ്രാങ്ക് എന്നിവയാണ് ഷാജി എൻ കരുണിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ. ഇനി നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം. ശ്രീലങ്കയിൽ നടന്ന 10ാമത് ഇന്റർനാഷണൽ യൂത്ത് ഫിലിം ഫെസ്റ്റിവലിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ആരാണ്? മലയാളി സംവിധായകനായ ഷാജി എൻ കരുൺ. ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. മൈ ബിലവഡ് ലൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്, മൈ ബിലവഡ് ലൈഫ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് നമുക്ക് പരിശോധിക്കാം. ആരാണ്? അമിതാവ് കുമാർ. അമിതാവ് കുമാർ ആണ് ഏത് പുസ്തകം രചിച്ചത്? മൈ ബിലവഡ് ലൈഫ് എന്ന പുസ്തകം എഴുതി. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ച പോയിന്റ്? അമിതാവ് കുമാർ രചിച്ച പുസ്തകത്തിന്റെ പേരെന്താണ്? മൈ ബിലവഡ് ലൈഫ്. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ്, എൻവിഡിയ പുറത്തിറക്കിയ ശബ്ദങ്ങൾ പരിഷ്കരിക്കാനും പുതിയ ശബ്ദങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ഏതാണെന്നാണ്. എൻവിഡിയ ആരാണ് പുറത്തിറക്കിയ? എൻവിഡിയ പുറത്തിറക്കിയ ശബ്ദങ്ങൾ പരിഷ്കരിക്കാനും പുതിയ ശബ്ദങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലിന്റെ പേരെന്താണ്? ഫുഗാറ്റോ. ഫുഗാറ്റോയുടെ പ്രത്യേകത എന്താണ്? ശബ്ദങ്ങൾ പരിഷ്കരിക്കാനും അതുപോലെ തന്നെ പുതിയ ശബ്ദങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലാണ് എന്ത് തന്നെ? ഫുഗാറ്റോ. ഇനി ഫുഗാറ്റോ നിർമ്മിച്ചത് ആരാണ്? ഫുഗാറ്റോ നിർമ്മിച്ചത് ആരാണ്? എൻവിഡിയ എന്ന കമ്പനിയാണ് ഫുഗാറ്റോ നിർമ്മിച്ചത്. ഫുഗാറ്റോയുടെ പ്രത്യേകത ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ശബ്ദങ്ങൾ പരിഷ്കരിക്കാനും പുതിയ ശബ്ദങ്ങൾ സൃഷ്ടിക്കാനുമുള്ള AI മോഡലാണ്. പുതിയ AI മോഡലിന്റെ പേരാണ് എന്ത് തന്നെ? ഫുഗാറ്റോ. ഒരു പോർട്ടലുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഉപഭോക്തൃ പരാതി പരിഹാര പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത കേന്ദ്ര സർക്കാർ പോർട്ടൽ ഏതാണ്? നമുക്ക് നോക്കാം. ഉപഭോക്തൃ പരാതി പരിഹാര പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് ഇ-ഡാക്കിൽ. ഇ-ഡാക്കിൽ എന്നാണ്. എന്തിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇ-ഡാക്കിൽ ആരംഭിച്ചത്? ഉപഭോക്തൃ പരാതി പരിഹാര പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇ-ഡാക്കിൽ ആരംഭിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു പോർട്ടലും കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയുണ്ടായി. എന്താണ് അതിന്റെ പേര്? ഇ-ജാഗൃതി. എന്താണ്? ഇ-ജാഗൃതി. ഇതോടൊപ്പം തന്നെ ഇ-ജാഗൃതി എന്ന പോർട്ടലും കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയുണ്ട്. എന്തായിരുന്നു ഇ-ജാഗൃതിയുടെ പ്രത്യേകത? ഉപഭോക്താക്കൾക്ക് കേസുകൾ ഫയൽ ചെയ്യുന്നതിന് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇ-ജാഗൃതി പോർട്ടൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഇ-ജാഗൃതി പോർട്ടലിന്റെ പ്രത്യേകത എന്താണ്? ഉപഭോക്താക്കൾക്ക് പരാതികൾ നൽകുന്നതിനായിട്ടും കേസുകൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇ-ജാഗൃതി പോർട്ടലും സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നു നമ്മൾ പഠിച്ച പോയിന്റ്? ഉപഭോക്തൃ പരാതി പരിഹാര പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലിന്റെ പേരെന്താണ്? ഇ-ഡാക്കിൽ. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെയാണ് എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെയാണ്? ലഡാക്കിലെ ലേയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷൻ സ്ഥാപിതമായത്. എവിടെയാണ്? ലഡാക്കിലെ ലേയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷൻ സ്ഥാപിതമായത്. അതുപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, അമരരാജ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ് എന്ത് സ്ഥാപിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷൻ സ്ഥാപിച്ചത്. ഇനി എവിടെയായിരുന്നു ഇത് സ്ഥാപിച്ചത്? ലഡാക്കിലെ ലേയിൽ. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, HSA പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? ഇനിയും വിജ്ഞാപനത്തിന് കാത്തിരിക്കാതെ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഉടൻ തന്നെ ആരംഭിക്കൂ. നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ടാലന്റ് HSAക്കുള്ള പഠന സഹായികൾ പുറത്തിറക്കിയിട്ടുണ്ട്. പൂർണ്ണമായും സിലബസ് അധിഷ്ഠിതമായി മുൻവർഷ ചോദ്യ പേപ്പറുകളെ ആധാരമാക്കിയുമാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ ടാലന്റ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ടാലന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ ഈ ബുക്ക് പർച്ചേസ് ചെയ്യുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഒരു പ്രസ്താവനയാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത്. ഉൽഫയുടെ നിരോധനം 5 വർഷത്തേക്ക് കൂടി നീട്ടി. ഉൽഫയുടെ നിരോധനം 5 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരാണ് ഉൽഫയുടെ നിരോധനം 5 വർഷത്തേക്ക് നീട്ടി വെച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഉൽഫയുടെ നിരോധനം 5 വർഷത്തേക്ക് കൂട്ടി കേന്ദ്ര സർക്കാർ നീട്ടി വെച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഉൽഫ? എന്താണ് ഉൽഫ എന്നുകൂടി ഞാനൊന്ന് വ്യക്തമാക്കാം. എന്താണ്?
യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം. യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം എന്ന നിരോധിത സംഘടനയാണ് ഉൾഫ എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. എന്താണ് ഉൾഫയുടെ പൂർണ്ണരൂപം? യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം. ഇനി എന്താണ് ഉൾഫയുടെ വാർത്താ പ്രാധാന്യം? കേന്ദ്ര സർക്കാർ ഉൾഫയുടെ നിരോധനം ഓൾറെഡി നിരോധിച്ചിരിക്കുകയായിരുന്നു. ഉൾഫയുടെ നിരോധനം 5 കൊല്ലത്തേക്ക് കൂടി നീട്ടുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ച പോയിന്റ്? ഉൾഫയുടെ നിരോധനം 5 വർഷത്തേക്ക് കൂടി കേന്ദ്ര സർക്കാർ നീട്ടിവെച്ചിരിക്കുന്നത്. എന്താണ് ഉൾഫ? യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം. ഭൗമ സൂചിക പദവി അഥവാ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു വസ്തുത കൂടെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അസമിലെ മിസ്സിംഗ് ഗോത്ര വിഭാഗത്തിന്റെ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ഭൗമ സൂചിക പദവി ലഭിച്ചു. ആർക്കാണ് ലഭിച്ചത്? മിസ്സിംഗ് ഗോത്ര വിഭാഗത്തിന്റെ ഹാൻഡ്ലൂംസിനായിരുന്നു. മിസ്സിംഗ് ഗോത്ര വിഭാഗത്തിന്റെ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക്, മിസ്സിംഗ് ഗോത്ര വിഭാഗത്തിന്റെ ഹാൻഡ്ലൂംസ് പ്രോഡക്ട്സിനാണ് എന്ത് ലഭിച്ചത്? GI ടാഗ് ലഭിച്ചത്. ഇനി മിസ്സിംഗ് ഗോത്രം എവിടെയാണ് കാണപ്പെടുന്നത്? ആസാമിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗമായ മിസ്സിംഗ് ഗോത്രത്തിനാണ്, അവരുടെ കൈത്തറി ഉൽപ്പന്നങ്ങൾക്കാണ് നിലവിൽ GI ടാഗ് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ച പ്രസ്താവന എന്താണ്? അസമിലെ മിസ്സിംഗ് ഗോത്ര വിഭാഗത്തിന്റെ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ഭൗമ സൂചിക പദവി ലഭിച്ചിരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകുന്നതിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണെന്ന്. ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്നതിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഏതാണ്? റഷ്യ. റഷ്യയാണ് ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകുന്നതിൽ ഒന്നാമതുള്ള രാജ്യം. ഏതാണ്? റഷ്യ. അപ്പോൾ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്ന രാജ്യം ഏതാണ്? റഷ്യ. ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച പെട്രോളിയം വകുപ്പ് മന്ത്രിയുടെ പേര് കൂടെ നമുക്ക് പഠിക്കാം. ഹർദീപ് സിംഗ് പുരി. എന്താണ്? ഹർദീപ് സിംഗ് പുരി. ഹർദീപ് സിംഗ് പുരിയാണ് നിലവിലെ പെട്രോളിയം വകുപ്പ് മന്ത്രി. അതുപോലെ തന്നെ പെട്രോളിയം വകുപ്പിന് ഒരു സഹമന്ത്രി, മലയാളിയായ ഒരു സഹമന്ത്രി കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയാം, ശ്രീ സുരേഷ് ഗോപി. പെട്രോളിയം വകുപ്പിലെ സഹമന്ത്രിയാണ് ആര്? മലയാളിയായ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകുന്നതിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? റഷ്യ. ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. 9ാം ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി. 9ാം ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുടെ പേരാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത്. എന്താണ്? ദേശ് കാ പ്രകൃതി പരീക്ഷൺ അഭിയാൻ. എന്താണ്? ദേശ് കാ പ്രകൃതി പരീക്ഷൺ അഭിയാൻ. ദേശ് കാ പ്രകൃതി പരീക്ഷൺ അഭിയാൻ ആണ് എന്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടത്? 9ാം ആയുർവേദ ദിനം, 9ാം ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ദേശ് കാ പ്രകൃതി പരീക്ഷൺ അഭിയാൻ പ്രഖ്യാപിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ആരാണ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു ദേശ് കാ പ്രകൃതി പരീക്ഷൺ അഭിയാൻ എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം. 9ാം ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരെന്താണ്? ദേശ് കാ പ്രകൃതി പരീക്ഷൺ അഭിയാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു വാർത്തയുടെ തുടർച്ചയായി വരുന്ന അനുബന്ധ വാർത്തകളാണിത്. ഭരണഘടനയുടെ 75ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകങ്ങളാണ്. ഭരണഘടനയുടെ 75ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എ ഗ്ലിംസ്. എന്താണ്? മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എ ഗ്ലിംസ് എന്ന പുസ്തകവും അതുപോലെ മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഗ്ലോറിയസ് ജേർണി എന്ന പുസ്തകം. ഈ 2 പുസ്തകങ്ങളും പുറത്തിറക്കിയത് ഭരണഘടനയുടെ 75ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ പുസ്തകങ്ങൾ? മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എ ഗ്ലിംസും അതുപോലെ തന്നെ മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഗ്ലോറിയസ് ജേർണി എന്നീ പുസ്തകങ്ങളാണ് ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകങ്ങൾ. ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു വസ്തുതയാണ് മൈഥിലി സംസ്കൃത് എന്നീ ലാംഗ്വേജിലുള്ള ഭരണഘടനയുടെ പുതുക്കിയ കോപ്പിയും പുറത്തു വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? മൈഥിലി, അതുപോലെ സംസ്കൃതം. മൈഥിലി, സംസ്കൃതം ഭാഷകളിലുള്ള ഭരണഘടനയുടെ കോപ്പിയും ഇതിനോടനുബന്ധിച്ച് പുറത്തിറക്കിയിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച പോയിന്റ്? ഭരണഘടനയുടെ 75ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി 2 പുസ്തകങ്ങൾ പുറത്തിറക്കിയുണ്ടായി. അതിനു പുറമെ മൈഥിലി, സംസ്കൃതം ഭാഷകളിലായി ഭരണഘടനയുടെ കോപ്പികളും പ്രകാശനം ചെയ്യുകയുണ്ടായി. ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യുന്നത്.
2024 നവംബറിൽ ചലോ ലോകു ഉത്സവം അരങ്ങേറിയ സംസ്ഥാനം. 2024 നവംബറിൽ ചലോ ലോകു ഉത്സവം അരങ്ങേറിയ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശിലായിരുന്നു ഏതുത്സവം? ചലോ ലോകു ഉത്സവം അരങ്ങേറിയത്. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ച പോയിന്റ്? 2024 നവംബറിൽ ഏതുത്സവമാണ്? ചലോ ലോകു ഉത്സവം അരങ്ങേറിയ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ചലോ ലോകു ഉത്സവത്തിന്റെ 56ാമത് എഡിഷൻ ആയിരുന്നു നടന്നത്. 56ാമത് ചലോ ലോകു ഉത്സവമായിരുന്നു നടന്നത്. അതുപോലെ തന്നെ നോക്ടെ വിഭാഗക്കാരാണ് ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. ആരാണ്? നോക്ടെ വിഭാഗക്കാർ. അരുണാചൽ പ്രദേശിലെ നോക്ടെ വിഭാഗക്കാരാണ് ചലോ ലോകു ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. 2024 നവംബറിൽ ചലോ ലോകു ഉത്സവം അരങ്ങേറിയ സംസ്ഥാനം ഏതായിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ്. ഏതായിരുന്നു? അരുണാചൽ പ്രദേശ്. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ്, അടുത്തിടെ ഫ്ലിപ്കാർട്ടിന്റെ ഓഹരികൾ ഏറ്റെടുക്കാൻ CCIയുടെ അനുമതി ലഭിച്ച കമ്പനി ഏതാണെന്നാണ്. അടുത്തിടെ ഫ്ലിപ്കാർട്ടിന്റെ ഓഹരികൾ ഏറ്റെടുക്കാൻ CCIയുടെ അനുമതി ലഭിച്ച കമ്പനി ഏതാണ്? ആൽഫബറ്റ്. ആൽഫബറ്റ് ആണ് ഏത് കമ്പനിയുടെ ഓഹരി ഏറ്റെടുക്കുന്നത്? ഫ്ലിപ്കാർട്ടിന്റെ ഓഹരികളാണ് ആൽഫബറ്റിനെ ഏറ്റെടുക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. ആരാണ് അനുവദിച്ചിരിക്കുന്നത്? CCI ആണ് ഇതിന് അനുമതി നൽകുന്നത്. ഇനി എന്താണ് CCI? കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. എന്താണ്? കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നാണ് CCIയുടെ പൂർണ്ണരൂപം. അപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ആൽഫബറ്റിനെ ഫ്ലിപ്കാർട്ടിന്റെ ഓഹരികൾ വാങ്ങാൻ അനുമതി കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആൽഫബറ്റ് എന്താണ്? ഗൂഗിൾ. നമുക്കറിയാം ഗൂഗിളിന്റെ മാതൃ കമ്പനിയാണ് ഏത്? ആൽഫബറ്റ്. ഗൂഗിളിന്റെ പേരന്റ് കമ്പനിയാണ് എന്ത് തന്നെ? ആൽഫബറ്റ്. അപ്പൊ എന്തായിരുന്നു നമ്മൾ പഠിച്ച പോയിന്റ്? അടുത്തിടെ ഫ്ലിപ്കാർട്ടിന്റെ ഓഹരികൾ ഏറ്റെടുക്കാൻ CCIയുടെ അനുമതി ലഭിച്ച കമ്പനി ഏതായിരുന്നു എന്നാണ് നമ്മുടെ പോയിന്റ്. ഏതാണ്? ആൽഫബറ്റ്. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ്, 2024 നവംബറിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച മ്യാൻമർ സൈനിക മേധാവി. 2024 നവംബറിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച മ്യാൻമർ സൈനിക മേധാവി ആരാണ്? മിൻ ഓങ് ക്ലെയിങ്. മിൻ ഓങ് ക്ലെയിൻ ആണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. റോഹിംഗ്യൻ ജനതയ്ക്കെതിരായ ക്രൂരകൃത്യങ്ങൾക്ക് എതിരായിട്ടാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആർക്കെതിരെയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്? മിൻ ഓങ് ക്ലെയിൻ. മ്യാൻമറിന്റെ മുൻ സൈനിക മേധാവിയാണ് ആര്? മിൻ ഓങ് ക്ലെയിൻ. നമ്മുടെ പോയിന്റ് എന്താണ്? 2024 നവംബറിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച മ്യാൻമർ സൈനിക മേധാവി ആരാണ്? മിൻ ഓങ് ക്ലെയിൻ. അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത, രാമായണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനായി ശ്രീലങ്കൻ എയർലൈൻസ് പ്രഖ്യാപിച്ച പരിപാടിയുടെ പേരാണ്. നമുക്ക് നോക്കാം. രാമായണ ട്രെയിൽ. എന്താണ് രാമായണ ട്രെയിൽ? എന്നാണ് രാമായണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനായി ആരാണ്? ശ്രീലങ്കൻ എയർലൈൻസ്. ശ്രീലങ്കൻ എയർലൈൻസ് ആണ് രാമായണ ട്രെയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട 20 സ്ഥലങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാമായണവുമായി ബന്ധപ്പെട്ട 20 പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഈ പരിപാടിയുടെ പേര്? രാമായണ ട്രെയിൽ. എന്താണ് രാമായണ ട്രെയിലിന്റെ വാർത്താ പ്രാധാന്യം? രാമായണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനായി ശ്രീലങ്കൻ എയർലൈൻസ് പ്രഖ്യാപിച്ച പരിപാടിയുടെ പേരാണ് എന്ത് തന്നെ? രാമായണ ട്രെയിൽസ്. 2024 വാക്കായി Dictionary.com തിരഞ്ഞെടുത്തത് ഏത് വാക്കിനെയാണെന്നാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത്. 2024 വാക്കായി Dictionary.com തിരഞ്ഞെടുത്തത് ഏത് വാക്കാണ്? ഡിമ്യൂർ. ഏതാണ്? ഡിമ്യൂർ എന്ന വാക്കാണ് 2024 വാക്കായി Dictionary.com തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏതാണ് ആ വാക്ക്? ഡിമൂർ. എന്താണ് ഡിമ്യൂറിന്റെ അർത്ഥം? അടക്കം, ഒതുക്കം അല്ലെങ്കിൽ ശാലീനത. അടക്കം, ഒതുക്കം അല്ലെങ്കിൽ ശാലീനത എന്ന അർത്ഥം വരുന്ന ഡിമ്യൂറിനെയാണ് ഏത് Dictionary.com തെരഞ്ഞെടുത്തിരിക്കുന്നത്. 2024 വാക്കായി Dictionary.com തെരഞ്ഞെടുത്തത് ഏത് വാക്കാണ്? ഡിമ്യൂർ. ഡിമ്യൂറിന്റെ അർത്ഥം എന്താണ് സൂചിപ്പിക്കുന്നത്? അടക്കം, ഒതുക്കം അല്ലെങ്കിൽ ശാലീനത. അതുപോലെ തന്നെ കേംബ്രിഡ്ജിന്റെ 2024 വാക്ക് ഏതായിരുന്നു? കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വാക്കായിരുന്നു മാനിഫെസ്റ്റ്. എന്താണ്?
മാനിഫെസ്റ്റ്. അതുപോലെ തന്നെ കോളിൻസ് ഡിക്ഷണറിയുടെ വാക്ക് 2024 കോളിൻസ് ഡിക്ഷണറിയുടെ വാക്കായിരുന്നു ബ്രാറ്റ്. കോളിൻസ് ഡിക്ഷണറി 2024 വാക്കായി തെരഞ്ഞെടുത്ത ഏത് വാക്കായിരുന്നു? ബ്രാറ്റ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് 2024 വാക്കായി dictionary.com തെരഞ്ഞെടുത്തത് ഏത് വാക്കാണ്? ഡിമ്യൂർ. നമ്മൾ പരിശോധിക്കുന്ന അടുത്ത വാർത്ത, ബഹിരാകാശത്തെ ഇന്ത്യയുടെ ആദ്യ AI ലാബ് ഏതാണെന്നാണ്. ബഹിരാകാശത്തെ ആദ്യത്തെ ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബിന്റെ പേരാണ് MOITD. എന്താണ്? MOITD എന്നാണ് ബഹിരാകാശത്തെ ഇന്ത്യയുടെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബിന് നൽകിയിരിക്കുന്ന പേര്. എന്താണ്? MOITD. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? ബഹിരാകാശത്തെ ഇന്ത്യയുടെ ആദ്യത്തെ AI ലാബിന്റെ പേരാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്താണ്? MOITD. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ കായിക വാർത്ത, 2024 Under-8 ലോക കേഡറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ആരാണെന്നാണ്. 2024 Under-8 ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ആരാണ്? ദിവിത് റെഡ്ഡി. ദിവിത് റെഡ്ഡിയാണ് 2024 ഏത് ടൂർണമെന്റ് ആണ്? Under-8 ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ആരാണ്? ദിവിത് റെഡ്ഡി. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ ഈ നേട്ടം കൈവരിക്കുന്നത്. കൈവരിച്ചത് ആരാണ്? ദിവിത് റെഡ്ഡി. ദിവിത് റെഡ്ഡി ആയിരുന്നു 2024 Under-8 ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത്. അതുപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ ഈ നേട്ടം സ്വന്തമാക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ്? 2024 Under-8 ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ ജേതാവ് ആരായിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ്. ആരായിരുന്നു? ദിവിത് റെഡ്ഡി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു കായിക വാർത്ത, T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ ആരാണെന്നാണ്. T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ ആരാണെന്ന് നമുക്ക് നോക്കാം. ആരാണ്? ഉർവിൽ പട്ടേൽ. ആരാണ്? ഉർവിൽ പട്ടേൽ ആണ് T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ. ആരാണ്? ഉർവിൽ പട്ടേൽ. 28 പന്തുകളിലാണ്, 28 ബോളിൽ നിന്നായിരുന്നു ഉർവിൽ പട്ടേൽ സെഞ്ചുറി കരസ്ഥമാക്കിയത്. ഓർക്കുക, ഇതൊരു ഫസ്റ്റ് ക്ലാസ് മത്സരമായിരുന്നു. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി നടന്ന ഒരു മത്സരമായിരുന്നു. ഉർവിൽ പട്ടേൽ 28 പന്തുകളിൽ റെക്കോർഡ് നേട്ടമായ സെഞ്ചുറി സ്വന്തമാക്കിയതിന്. ഏത് ടീമിന് വേണ്ടിയിട്ടാണ് ഉർവിൽ പട്ടേൽ കളിക്കുന്നത് നമുക്ക് നോക്കാം. ഗുജറാത്തിന്റെ പ്ലെയർ ആണ് ഉർവിൽ പട്ടേൽ. ഗുജറാത്തിന് വേണ്ടിയാണ് ഉർവിൽ പട്ടേൽ കളിക്കുന്നത്. അതുപോലെ തന്നെ ഏത് ടീമിനെതിരെയായിരുന്നു ഉർവിൽ പട്ടേലിന്റെ നേട്ടം? ത്രിപുരയ്ക്കെതിരെയായിരുന്നു. ത്രിപുരയ്ക്കെതിരെയായിരുന്നു ഉർവിൽ പട്ടേൽ ഈ നേട്ടം കൈവരിച്ചത്. അപ്പൊ എന്തായിരുന്നു നമ്മുടെ ചർച്ച ചെയ്ത പോയിന്റ്? T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ ആരായിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ്. ആരായിരുന്നു? ഉർവിൽ പട്ടേൽ. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ PSCയുടെ വിജ്ഞാപനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടാലന്റ് അക്കാദമി പുതിയ ഓഫ്ലൈൻ ബാച്ചുകളും ആരംഭിക്കുന്നു. 10th+2 യോഗ്യതയുള്ളവർക്കായി ജനറൽ PSC ബാച്ചും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനായുള്ള ബാച്ചും അതുപോലെ തന്നെ HSA സോഷ്യൽ സയൻസ് ബാച്ചുമാണ് ആരംഭിക്കുന്നത്. അഡ്മിഷനും മറ്റു വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി എത്രയും വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യുന്നതിനുള്ള ടൈമാണ്. നമ്മൾ ആദ്യം പഠിച്ചത് സംസ്ഥാനത്തെ മുഴുവൻ ആദിവാസി മേഖലകളെയും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു പദ്ധതിയെ പറ്റിയായിരുന്നു. K-Phone ആയിരുന്നു ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. എന്തായിരുന്നു ആ പദ്ധതിയുടെ പേര്? കണക്റ്റിംഗ് ദി അൺകണക്ട്. എന്താണ് കണക്റ്റിംഗ് ദി അൺകണക്ട്? പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത 2 പോയിന്റുകൾ, വയോജന ക്ഷേമത്തിനായി കേരള സർക്കാർ രൂപീകരിക്കുന്ന ഒരു കമ്മീഷനെ പറ്റിയായിരുന്നു. എന്തായിരുന്നു കമ്മീഷന്റെ പേര്? വയോജന കമ്മീഷൻ. അതുപോലെ ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ പേര് നമ്മൾ ചർച്ച ചെയ്തത്. എന്തായിരുന്നു? ഹേമന്ത് സോറൻ ആണ് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി തുടരുന്നത്. 2024 നവംബറിൽ മാലിദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരായിരുന്നു നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, അത് G. ബാലസുബ്രഹ്മണ്യൻ. ആരാണ്? G. ബാലസുബ്രഹ്മണ്യൻ. 2024 OPCW ദ ഹേഗ് അവാർഡിന് അർഹരായത് ഏത് സ്ഥാപനങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനലിസ്റ്റിക്സ് ആൻഡ് ക്രിമിനോളജിയും അതുപോലെ തന്നെ ഇന്ത്യൻ കെമിക്കൽ കൗൺസിൽ. എന്താണ്? ഇന്ത്യൻ കെമിക്കൽ കൗൺസിൽ എന്ന ഇന്ത്യൻ സ്ഥാപനത്തിനും 2024 OPCW ദ ഹേഗ് അവാർഡ് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ 2024 ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായത് ആരായിരുന്നു എന്ന് നമ്മൾ പഠിച്ചതായിരുന്നു. VM ഗിരിജ. ആരാണ്? VM ഗിരിജ. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് ശ്രീലങ്കയിൽ നടന്ന 10th ഇന്റർനാഷണൽ യൂത്ത് ഫിലിം ഫെസ്റ്റിവലിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നൽകി ആദരിക്കപ്പെട്ട മലയാള സംവിധായകൻ ആരായിരുന്നു എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, അത് ഷാജി N. കരുൺ.
പിന്നീട് നമ്മൾ കണ്ടത് ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. മൈ ബിലവഡ് ലൈഫ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അമിതാവ് കുമാർ. അതുപോലെ എൻവിഡിയ പുറത്തിറക്കിയ ശബ്ദങ്ങൾ പരിഷ്കരിക്കാനും പുതിയ ശബ്ദങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്ന AI മോഡലിന്റെ പേര് നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമുക്കറിയാം അത് ഫുഗാറ്റോ. ഉപഭോക്തൃ പരാതി പരിഹാര പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത കേന്ദ്ര സർക്കാർ പോർട്ടലിന്റെ പേര് നമ്മൾ ചർച്ച ചെയ്യുന്നു. എന്തായിരുന്നു ആ പോർട്ടലിന്റെ പേര്? ഇ-ഡാക്കിൽ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെയാണെന്ന് നമുക്കറിയാം, ലേയിലാണ്. നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ ഉൾഫയുടെ നിരോധനം 5 വർഷത്തേക്ക് കൂടി നീട്ടിയ കാര്യവും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിന്റ് അസമിലെ മിസ്സിംഗ് ഗോത്ര വിഭാഗത്തിന്റെ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ഭൗമ സൂചിക പദവി ലഭിച്ചു എന്ന കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്ന ഒന്നാമതുള്ള രാജ്യം ഏതാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഏതായിരുന്നു? റഷ്യയാണ് ഇപ്പൊ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ 9ാം ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരും നമ്മൾ ചർച്ച ചെയ്തിരുന്നത് എന്താണ്? ദേശ് കാ പ്രകൃതി പരീക്ഷൺ അഭിയാൻ ആയിരുന്നു. 9ാം ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പരിപാടി. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഭരണഘടനയുടെ 75ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകങ്ങളെ പറ്റിയായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ പുസ്തകങ്ങൾ? മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എ ഗ്ലിംസ് ആൻഡ് മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഗ്ലോറിയസ് ജേർണി. ഏതൊക്കെയായിരുന്നു പുസ്തകങ്ങൾ? മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എ ഗ്ലിംസ് ആൻഡ് മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഗ്ലോറിയസ് ജേർണി. 2024 നവംബറിൽ ചലോ ലോക ഉത്സവം അരങ്ങേറിയ സംസ്ഥാനത്തെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പോൾ നമുക്കറിയാം അത് അരുണാചൽ പ്രദേശ്. അതുപോലെ തന്നെ അടുത്തിടെ ഫ്ലിപ്കാർട്ടിന്റെ ഓഹരികൾ ഏറ്റെടുക്കാൻ CCIയുടെ അനുമതി ലഭിച്ച കമ്പനിയുടെ പേര് നമുക്കറിയാം, ഓർമ്മയിൽ ഉണ്ടാവുക അത് ആൽഫബറ്റ്. നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു പോയിന്റ് 2024 നവംബറിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച മ്യാൻമർ സൈനിക മേധാവി ആരായിരുന്നു? മിൻ ആങ് ക്ലെയിങ്. ആരാണ്? മിൻ ആങ് ക്ലെയിങ്. നമ്മൾ പഠിച്ചിരുന്നു രാമായണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനായി ശ്രീലങ്കൻ എയർലൈൻസ് പ്രഖ്യാപിച്ച പരിപാടി ഏതാണ്? രാമായണ ട്രെയിൽ. ഏതായിരുന്നു? രാമായണ ട്രെയിൽ പ്രഖ്യാപിച്ചത് ശ്രീലങ്കൻ എയർലൈൻസ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച മറ്റു 2 വാർത്തകൾ 2024 വാക്കായി Dictionary.com തിരഞ്ഞെടുത്തത് ഏത് വാക്കായിരുന്നു എന്നാണ്? ഏതായിരുന്നു? ഡിമ്യൂർ. അതുപോലെ ബഹിരാകാശത്തെ ഇന്ത്യയുടെ ആദ്യ AI ലാബിന്റെ പേര് നമ്മൾ ചർച്ച ചെയ്തിരുന്നായിരുന്നു, MOITD. എന്താണ്? MOITD. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു കായിക വാർത്ത 2024 അണ്ടർ-8 ലോക കേഡ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ആരായിരുന്നു? ദിവിത് റെഡ്ഡി ആയിരുന്നു 2024 അണ്ടർ-8 ലോക കേഡ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത്. അതുപോലെ തന്നെ T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരന്റെ പേര് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ നമുക്കറിയാം, ഉർവിൽ പട്ടേൽ. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, കൃഷി വകുപ്പിന്റെ ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് ലഭിക്കുന്നതിനായി സ്ഥാപിക്കുന്ന കേന്ദ്രങ്ങൾ ഏത്? ഓപ്ഷൻ എ ആശ്രയ, ഓപ്ഷൻ ബി കർഷകൻ, ഓപ്ഷൻ സി കിസാൻ ആൻഡ് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. രണ്ടാമത്തെ ചോദ്യം, 2024 നവംബറിൽ ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് എവിടെ? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി കോട്ടയം ആൻഡ് ഓപ്ഷൻ ഡി കോഴിക്കോട്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, 2024 50 വർഷം പൂർത്തിയാക്കിയ M മുകുന്ദന്റെ നോവൽ ഏത്? ഓപ്ഷൻ ബി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലാണ് 2024 50 വർഷം പൂർത്തിയാക്കിയ M മുകുന്ദന്റെ നോവൽ. രണ്ടാമത്തെ ചോദ്യം, IPL ലേലത്തിൽ വിറ്റുപോയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായ വൈഭവ് സൂര്യവംശിയെ സ്വന്തമാക്കിയ ടീം ഏത്? ഓപ്ഷൻ ബി രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു വൈഭവ് സൂര്യവംശിയെ സ്വന്തമാക്കിയ ടീം. ഇന്ന് പഠിച്ച പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.